പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. സേവനത്തിന്റെ പോരായ്മയുടെ പേരിലല്ല ഇക്കുറി BSNL വാർത്തകളിൽ നിറയുന്നത്. 17 വർഷത്തിനു ശേഷം ഇതാദ്യമായി BSNL ലാഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിലാണ് BSNL ലാഭമുണ്ടാക്കിയിരിക്കുന്നത്. For the first time in 17 years posted a profit on a quarterly basis. The last time that BSNL posted a quarterly profit was in the year 2007. BSNL in the earnings announced today has posted a quarterly profit of close to 262 crore. കമ്പനി മൂന്നാം പാദത്തിൽ 262 കോടിയുടെ ലാഭമുണ്ടാക്കിയെന്നാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചിരിക്കുന്നത്. മൊബിലിറ്റി, ഫൈബർ ടു ഹോം, വാടക സേവനങ്ങൾ എന്നിവയിൽ നിന്നുള്ള BSNLന്റെ വരുമാനം 14 മുതൽ 18% വരെ ഉയർന്നു. ഉപഭോക്താക്കളുടെ എണ്ണത്തിലും BSNLന് വർധനയുണ്ടായിട്ടുണ്ട്. ചെലവ് പരമാവധി കുറച്ച് വരുമാനം കൂട്ടുക എന്ന തന്ത്രമാണ് BSNLന്റെ വിജയതന്ത്രമായി മാറിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷവും കമ്പനിക്ക് കേരള സർക്കിളിൽ ലാഭമുണ്ടായിരുന്നു. ഈ സാമ്പത്തിക വർഷം 3 പാദങ്ങളിൽ നിന്നായി 114 കോടിയുടെ ലാഭമാണ് കേരള സർക്കിളിൽ നിന്ന് മാത്രം കമ്പനി നേടിയത്. ദേശീയ തലത്തിൽ ഇതിനു മുൻപ് 2007 കമ്പനിക്ക് ലാഭമുണ്ടായിരുന്നത്. 2020-21 വരെ വലിയ നഷ്ടത്തിലായിരുന്നു കമ്പനി. മോശം ഇന്റർനെറ്റിന്റെയും നെറ്റ്വർക്ക് കവറേജിന്റെയും പേരിൽ പഴി കേട്ടിരുന്ന കമ്പനി ലാഭത്തിലേക്കെന്ന റിപ്പോർട്ട് ശുഭസൂചനയായാണ് ബിസിനസ് ലോകം വിലയിരുത്തുന്നത്. സ്വകാര്യ സേവനദാതാക്കൾ 5G സർവീസ് വ്യാപകമാക്കുമ്പോൾ BSNL 4G പോലും എല്ലായിടത്തും ലഭ്യമാകുന്ന നിലയിലേക്ക് ഉയരാത്തതിലും ആക്ഷേപമുണ്ട്. കമ്പനി നേട്ടത്തിലേക്ക് എത്തുന്ന പക്ഷം മികച്ച സേവനം ലഭ്യമാക്കുമെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷ.